ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ കമ്പ്യൂട്ടർ എങ്ങാനും തകരാറിലാവുകയും വിൻഡോസ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരികയും ചെയ്താൽ ഒരു ബൂട്ടബിൾ USB ഡ്രൈവ് അത്യാവശ്യമാണ്. എന്നാൽ അതിനായി മറ്റൊരു കമ്പ്യൂട്ടർ ലഭ്യമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വിഷമിക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് തന്നെ ഒരു ബൂട്ടബിൾ വിൻഡോസ് പെൻഡ്രൈവ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ കമ്പ്യൂട്ടറിന്റെ സഹായമില്ലാതെ എങ്ങനെ ആൻഡ്രോയിഡ് ഫോണിൽ ഒരു വിൻഡോസ് ബൂട്ടബിൾ USB ഡ്രൈവ് നിർമ്മിക്കാമെന്ന് ഞാൻ നിങ്ങളെ വിശദമായി പഠിപ്പിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ തുറക്കുക. അതിനുശേഷം മൈക്രോസോഫ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുക. ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് വിൻഡോസ് 11 ഡിസ്ക് ഇമേജ് ISO ഫോർ x64 ഡിവൈസസ് എന്ന ഭാഗം കണ്ടെത്തുക. നിങ്ങൾ വിൻഡോസ് 10 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനായുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ വിൻഡോസ് 11 എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം താഴെയായി വിൻഡോസ് 11 സെലക്ട് ചെയ്യാനുള്ള ഡ്രോപ്പ് ഡൗൺ മെനു കാണാം. അത് സെലക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കാനുള്ള ഒരു പേജ് വരും. അവിടെ നിങ്ങളുടെ ഭാഷ സെലക്ട് ചെയ്ത ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 64 ബിറ്റ് ഡൗൺലോഡ് എന്ന ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിൻഡോസ് 11ന്റെ ISO ഫയൽ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആകാൻ തുടങ്ങും. ഫയലിന്റെ വലുപ്പം ഏകദേശം 4 മുതൽ 5 വരെ GB വരെ ഉണ്ടാകാം. അതിനാൽ നല്ല വൈഫൈ കണക്ഷൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഡൗൺലോഡ് പൂർത്തിയാകാൻ കുറച്ച് സമയം എടുത്തേക്കാം. ISO ഫയൽ ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്ക് ബൂട്ടബിൾ USB ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് റൂഫസ് ടു ഗോ അല്ലെങ്കിൽ HL പോലുള്ള ഏതെങ്കിലും ഒരു ബൂട്ടബിൾ USB ക്രിയേറ്റർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനായി നമ്മൾ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഈ കാര്യത്തിന് ഏറ്റവും നല്ല ആപ്പ് റൂഫേഴ്സ് ആണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി റൂഫേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ പിസിയിൽ ഉപയോഗിക്കുന്ന ഒറിജിനൽ റൂഫേഴ്സ് ആപ്പ് അല്ല. പക്ഷേ ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് സൗജന്യമായി തന്നെ ബൂട്ടബിൾ USB ഉണ്ടാക്കാൻ സാധിക്കും. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങളുടെ USB ഫ്ലാഷ് ഡ്രൈവ് ഒരു OTG അഡാപ്റ്റർ ഉപയോഗിച്ച് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലേക്ക് കണക്ട് ചെയ്യുക. OTG ശരിയായി കണക്ട് ആയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ചില ഫോണുകളിൽ OTG കണക്ഷൻ സെറ്റിംഗ്സിൽ പോയി എനേബിൾ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് പ്രധാന കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെ USB ബൂട്ടബിൾ ആക്കാമെന്ന് നോക്കാം. റൂഫേഴ്സ് ആപ്പ് തുറക്കുക. ബൂട്ടബിൾ USB ഉണ്ടാക്കാൻ റൂഫേഴ്സിന് നിങ്ങളുടെ USB ഡ്രൈവ് ആക്സസ് ചെയ്യാൻ അനുമതി നൽകുക. ആദ്യമായി നിങ്ങൾ 2 കോയിനുകൾ നേടേണ്ടതുണ്ട്. അതിനായി കുറച്ച് പരസ്യങ്ങൾ കാണേണ്ടി വരും. 2 കോയിനുകൾ കിട്ടിയാൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ തുടങ്ങാം. നിങ്ങളുടെ PC പഴയതാണോ പുതിയതാണോ എന്നതിനനുസരിച്ച് MBR അല്ലെങ്കിൽ GPT ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പഴയ കമ്പ്യൂട്ടറുകൾക്ക് MBR ആണ് കൂടുതൽ നല്ലത്. പുതിയ കമ്പ്യൂട്ടറുകളിൽ UEFI ഫേംവെയർ ആണെങ്കിൽ GPT സെലക്ട് ചെയ്യുന്നതാണ് ഉചിതം. അതിനുശേഷം ISO തിരഞ്ഞെടുക്കുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത വിൻഡോസ് ISO ഫയൽ സെലക്ട് ചെയ്യുക. ഇനി സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബൂട്ടബിൾ USB ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ കാത്തിരിക്കുക. എല്ലാം കഴിഞ്ഞാൽ ISO ബേൺ ചെയ്യുന്നത് പൂർത്തിയായി എന്നൊരു മെസ്സേജ് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ബൂട്ടബിൾ USB റെഡി ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി.